മടക്കാവുന്ന ഫോണുകൾ ഫ്ലിപ്പ് ഫോൾഡ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ വില കൂടുതലായതുകൊണ്ട് മാത്രം വാങ്ങിക്കാതിരിക്കുന്ന, സ്കിപ്പ് ചെയ്ത് കളയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ പേരും. എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട, കുറച്ചൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഒരു പരിധി വരെ. കാരണം ഫ്ലിപ്പ് ഫോണുകളൊക്കെ 60 രൂപ 50 രൂപ താഴെയൊക്കെ വന്നു തുടങ്ങി. മോട്ടോയുടെ ഫ്ലിപ്പ് ഫോൺ നമ്മൾ കണ്ടു, അത് 60 രൂപ താഴെ വന്നു. എന്നാൽ ഇപ്പോൾ 50 രൂപ താഴെ 49 സംതിങ്ങിന് ഒരു ഫ്ലിപ്പ് ഫോൺ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിന് അത്രയേ വിലയുള്ളൂ. ഓഫർ പ്രൈസ് ആണ്, ലോഞ്ച് പ്രൈസ് ആണെന്നൊക്കെ പറയുന്നു ടെക്നോ. എങ്കിൽ പോലും ആ പ്രൈസ് ഈ ഒരു ഫ്ലിപ്പ് ഫോണിന് ഇപ്പോൾ വരുന്നുള്ളൂ. സോ വില കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മടക്കുന്ന ഫോണുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്നോയുടെ വി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഫാൻറ്റം വി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് ഷോർട്ടായിട്ട് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് വന്നത് അത്യാവശ്യം വലിയൊരു ബോക്സിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ തന്നെയാണ് കയ്യിൽ വരുന്നത്. ബ്ലാക്ക് കളറുള്ള ഫോണാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ സാഡ്. ആദ്യം എനിക്ക് ബ്ലാക്ക് ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള കളർ, പക്ഷേ ഇപ്പോൾ ആ ഇഷ്ടമൊക്കെ ഒന്ന് മാറി കേട്ടോ. കാരണം ഇതിൻ്റെയും ആ ഒരു ലൈറ്റ് കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ബ്ലൂ മോഡൽ കളർ കണ്ടപ്പോൾ ആ ഒരു ടൈപ്പ് കളർ എനിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് കിട്ടിയത് ബ്ലാക്ക് ആണ്. എന്തെങ്കിലും ആവട്ടെ, ഇഷ്ടം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ, ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. എന്തായാലും ഇത് കൂടാതെ ബോക്സിൽ ഒരു കേസ്, കുറേ ഡോക്യുമെന്റേഷൻ, സ്റ്റിക്കർ അങ്ങനെയൊക്കെ ഉണ്ട്. കേസ് ഒരുമാതിരി വള്ളിയൊക്കെ ഉള്ള കേസാണ്, അതായത് ഹോൾഡ് ചെയ്യാനുള്ള ഹാൻഡിലൊക്കെ ഉള്ള കേസാണ്. അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ അതാ കണ്ടോ, ഈ രീതിയിലാണ് ഇരിക്കുന്നത്. കയ്യിലിട്ട് ഇങ്ങനെ വട്ടം കറക്കണമെങ്കിലൊക്കെ കറക്കാം. പക്ഷേ ഈ രീതിയിലുള്ള ഒരു കേസാണ് വരുന്നത്. സോ കേസൊക്കെ മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് ചാർജർ 45 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. സിം ടോൾ ഉണ്ട്, ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. സോ എല്ലാം നമുക്ക് തിരിച്ച് വെച്ച് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. ഫ്ലിപ്പ് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി സ്ലിം ലൈറ്റ് വെയിറ്റ് ഒക്കെ തന്നെയാണ്. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. എന്തായാലും സ്ലിം ആണ്. ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ 6.95 mm തിക്നെസ്സേ വരുന്നുള്ളൂ. മടക്കി പിടിക്കുമ്പോൾ തിക്നെസ് കൂടുതലുണ്ട്. 14.95 mm ആണ് വരുന്നത്. അത് ഒബിയസ്ലി അങ്ങനെ തന്നെയാണ് വരിക. ഇതിന്റെ ഡിസൈൻ ഈ കാണുന്ന പോലെയാണ്. പുറമെ ഒരു കവർ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് സർക്കിൾ ഷേപ്പിലാണ്. ഈ തരത്തിൽ, എന്തായാലും ഈ കാണുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു ഫോൾഡഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കളർ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം കൊള്ളാം. ഇതിന്റെ ഡിസ്പ്ലേ വലിയ ഡിസ്പ്ലേ 6.9 ഇഞ്ച് വരുന്ന ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. LTPO ഡിസ്പ്ലേ, നല്ല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. സോ വിസിബിലിറ്റിക്കും പ്രശ്നമില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറമേയുള്ള കവർ ഡിസ്പ്ലേ വളരെ ചെറിയ ഡിസ്പ്ലേ ആണ്. 1.32 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സർക്കുലർ ഡിസ്പ്ലേ ആണ്. 800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത്. അവിടെ നമുക്ക് ഫംഗ്ഷൻസ്, കുറെ വിഡ്ജറ്റുകളാണ് നമുക്ക് നോർമലി കാണാൻ സാധിക്കുക. ആ വിഡ്ജറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ക്യാമറയുടെ വിഡ്ജറ്റ് കാണുന്നുണ്ട്, നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ കവർ ഡിസ്പ്ലേയിലൂടെ മെയിൻ ക്യാമറ കൊണ്ട് തന്നെ സെൽഫി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മിസ്സാവാണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എത്ര ചെറിയ ഡിസ്പ്ലേ ആണെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സെൽഫിയൊക്കെ നമുക്ക് നൈസായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള വിഡ്ജറ്റുകളൊക്കെ നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് ഫേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് മാറ്റാൻ പറ്റും. ഈ വാച്ചിൻ്റെയൊക്കെ ഡിസ്പ്ലേയുടെ ഫേസ് മാറ്റുന്നില്ല, അതുപോലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്കത് മാറ്റാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറയും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ വാച്ച് ഫേസുകളുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊണ്ട് ഉപയോഗിക്കാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്കും കുറേ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ കവർ സ്ക്രീനിൻ്റെ കസ്റ്റമൈസേഷൻ കുറേ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഫ്ലെക്സ് മോഡ്, ഈ ഫ്ലിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ ഫ്ലെക്സ് മോഡ് നിർബന്ധമായിട്ടും വേണം. സാംസങ്ങിൻ്റെ ഫ്ലെക്സ് മോഡ് ഇങ്ങനെ പാതിക്ക് മടക്കി വെച്ചൊക്കെ ഉപയോഗിക്കുന്ന ആ പരിപാടി, അതൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ നിർത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിർത്തുമ്പോൾ ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യും. ക്യാമറയാണെങ്കിൽ ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യണം, ഹാൻഡ് ക്യാം പോലെയൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പോസിബിൾ ആണ്. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിലൂടെ പ്രിവ്യൂ കാണണമെങ്കിൽ അതിലൂടെ കാണിപ്പിക്കാനും സാധിക്കും. പിന്നെ യൂട്യൂബൊക്കെ കാണുമ്പോൾ മുകളിൽ സൈഡിൽ വീഡിയോ പ്ലേ ആവുക, താഴെ നമുക്ക് വീണ്ടും സെർച്ച് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസ്, ആ രീതിയിൽ ഫ്ലെക്സ് മോഡിൻ്റെതായ കുറേ കാര്യങ്ങൾ ഇതിൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒബ്വിയസ്ലി ഇത് ഫ്ലിപ്പ് ഫോണാണ്, അതൊക്കെ വേണം. അതില്ലെങ്കിലാണ് കുറ്റം പറയേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ അതിലുണ്ട്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം, ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാനില്ല കേട്ടോ. ചെറിയൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. കേട്ടില്ലേ? ഭയങ്കര സംഭവം എന്നൊന്നും പറയാൻ തോന്നിയില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. അതൊരു സ്റ്റീരിയോ സ്പീക്കർ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാന്റ്ലി ഓപ്പൺ ആവുന്നുണ്ട്, ഒരു വിഷയമില്ല. ഇതിന്റെ ബാറ്ററി ലൈഫ് ആണ് ഫ്ലിപ്പ് ഫോണുകളിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇതിൽ 4000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററി സൈസ് വെച്ചിട്ട് കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്തപ്പോഴും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. സോ 4000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി മുമ്പത്തെ നമ്മുടെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പിനേക്കാളും കുറച്ചുകൂടി ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഹെവി ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, 2 ദിവസമായിട്ടുള്ളത് കയ്യിലെടുത്തിട്ട്. സോ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു കമൻറ്റ് ഞാൻ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം, ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട്. എന്തായാലും ഇപ്പോഴേക്ക് ഡീസൻറ്റ് ബാറ്ററി ലൈഫ് ഉള്ള പോലെയാണ് തോന്നുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ബാറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഓക്കെയാണ്. ക്യാമറയിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡിൽ ഡുവൽ ക്യാമറ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 13 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് വരുന്നത്.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസൊക്കെ ഈ ഫ്രണ്ട് ക്യാമറ കൊണ്ടും ബാക്ക് ക്യാമറ കൊണ്ടും കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ വരുമ്പോൾ, ലോ ലൈറ്റിൽ വരുമ്പോൾ പലപ്പോഴും അത്ര ഷാർപ്നെസ് കിട്ടുന്നില്ല സ്കിന്നിന് എന്നുള്ളത്. ഇപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കുമ്പോൾ സ്കിൻ ടോൺ അത്ര ക്ലിയർ അല്ല, അതായത് ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് തോന്നുന്നുണ്ട്. ഇവരുടെ ക്യാമറകൾ കുറേ ഇമ്പ്രൂവ് ആവാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. പലപ്പോഴും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിൻ്റെ കേസിലും അതിൽ മാറ്റമൊന്നുമില്ല. വീഡിയോസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി വീഡിയോസ്. അതിപ്പോൾ ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും ഇങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്ന് നോക്കുക. 4K വീഡിയോ ആണ് ഈ കാണുന്നത്, അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി എന്ന് പറയാം. ഫ്രണ്ട് ക്യാമറയിൽ മാക്സിമം 2K റെസൊല്യൂഷനിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി, ഒരു ഫുൾ HD വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന തരത്തിൽ ഡേ ലൈറ്റിൽ വീഡിയോസ് എടുക്കാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ക്യാമറ വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. കാരണം 50,000 രൂപയുടെ ഒരു ഫോണല്ലേ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നാക്കണം. അത് ആ ഫോണിലെന്നല്ല, പല ഫോണിലും അവർ ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ആക്കേണ്ട ആവശ്യമുണ്ട് ടെക്നോ മൊത്തത്തിൽ. ഇതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് ഡയമൻസിറ്റി 8050 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. പെർഫോമൻസിന് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ നൈസായ സ്മൂത്തായ പെർഫോമൻസ് ഉണ്ട്. അത്യാവശ്യം ചെറുകിട ഗെയിം, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകളൊക്കെ വേണമെങ്കിലും കളിക്കാം. അതൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല. അവിടെ ഗെയിമിങ്ങിനെ പറ്റിയ ഒട്ടനവധി ഫോണുകളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഓഫറിൽ IQ 11 ഒക്കെ 47 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വേറെ ലെവൽ ഗെയിമിങ്ങിന് വേണ്ടി ജനിച്ചിരിക്കുന്ന ഫോണുകൾ പോലത്തെ ഫോണുകളാണ്. അതിൻ്റെ മുമ്പിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട. ബട്ട് ഇതൊരു ഫ്ലിപ്പ് ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഗെയിമിംഗ് അല്ല ഇവിടെ പ്രയോറിറ്റി, കൺവീനിയൻസും കാര്യങ്ങളൊക്കെയാണ്. നോർമൽ പെർഫോമൻസ് ഒരു ഇഷ്യൂ ഇല്ല. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. iOS 13 വരുന്നത്. Android 13 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ UI ഒക്കെ ക്ലീൻ ആണ്. ശരിക്കും പറഞ്ഞാൽ പരസ്യ ആപ്ലിക്കേഷനൊന്നും അധികം കാണുന്നില്ല, നല്ല UI ആണ്. ഇത് ഒത്തിരി പഴയ ഡിസൈൻ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. എല്ലാ കാലത്തും ഞാൻ അത് പറയാറുള്ളതാണ്. അവരിതിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഓരോ പുതിയ വർഷം വരുമ്പോഴും ഞാൻ മാറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷെ മാറുന്നില്ല. ബട്ട് കുഴപ്പമൊന്നുമില്ല, വളരെ സ്മൂത്താണ്. ഈ കാണുന്നതാണ് സംഭവം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് തരും. പിന്നെ 5G ബാൻഡ് കാര്യങ്ങളൊന്നും വിഷയമില്ല. 10-14 5G ബാൻഡൊക്കെ ഉണ്ട്. കോൾ നെറ്റ്വർക്ക് ഇതിലൊന്നും വിഷയമില്ല. ഇതൊക്കെ സെറ്റാണ് ഈ ഫോണിൽ. സോ വേറെ പറയത്തക്ക വേറെ പരാതികളൊന്നും ഇല്ല ഈ ഫോണിനെ കുറിച്ച് പറയാൻ. ആകെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമറ അത്ര മികച്ചതല്ല. പെർഫോമൻസ് നോക്കിയാൽ ഈ വിലയ്ക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് അല്ല. പെർഫോമൻസ് ഒരു പ്രശ്നമാണ്. അതേപോലെ സിംഗിൾ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ 3.5 ജാക്ക് പോലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ 1, 2, 3, 4 കാര്യങ്ങൾ നോക്കുമ്പോൾ അത്ര മികച്ചതല്ലല്ലോ എന്ന് തോന്നാം. എങ്കിലും 49 സംതിങ്ങിന്, അതായത് 50,000 താഴെ ഒരു ഫ്ലിപ്പ് ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ടെക്നോ ഒരു നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. കാരണം സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 90,000 രൂപയാണ്, ഇത് 49, അതായത് 50 രൂപ താഴെയാണ്, പകുതി വിലയെ വരുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും നമുക്ക് ഇതിലെ പോരായ്മകൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫോണായിരിക്കും. എനിക്കിതിനാകെ തോന്നിയ ഒരു പ്രധാന ഒരു വ്യത്യാസം, എനിക്ക് 2 കാര്യങ്ങൾ തോന്നിയെന്ന് പറയുന്നത്, ഈ സാംസങ്ങിൽ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു വലിയ പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാമറയും ബെസ്റ്റാണ്. പക്ഷെ അതിന് ആ വില കൊടുക്കണം. പകുതി വിലയാകുമ്പോൾ അതിനനുസരിച്ച് ഒരു ഫീലും കുറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമറയുടെ ക്വാളിറ്റിയും പ്രധാനമായിട്ടും കുറയുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി നേരെ പോയി ഇത് എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഷോക്കാണ് കേട്ടോ. 2 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ചാർജ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്, നന്നായിട്ട് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ. സോ അതൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചാടിക്കറി ഇതെടുക്കാൻ പോകണ്ട. നല്ല ഫോണാണ്, സെറ്റാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കിക്കോ, എന്നിട്ട് തീരുമാനിക്കുക. സോ മൊത്തത്തിൽ ടെക്നോ ഫാൻറ്റം V ഫ്ലിപ്പ് എന്ന ഫോൺ ഒരു ശരാശരി നിലവാരമുള്ള 50,000 താഴെ കിട്ടുന്ന നല്ലൊരു ഫ്ലിപ്പ് ഫോണാണ്. എന്തായാലും ഇത് എൻ്റെ 2 ദിവസത്തെ എക്സ്പീരിയൻസ് മാത്രമാണ്. ഇതൊരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആയിട്ട് കണ്ടാൽ മതി. നിങ്ങളിത് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് യൂസ്ഡ് റിവ്യൂസ് ഒക്കെ വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് കണ്ടിട്ട് മാത്രം തീരുമാനമെടുക്കുക. ഇനീഷ്യലി ഈ ഫോൺ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്, വലിയ കുഴപ്പം കാണാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കേട്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.